ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃദാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേ മധുരിംണ കണികാപി കാപി കാപി. ഈ ജ്യോതിഷ വാർത്തകൾ എന്ന ഈ ഗ്രൂപ്പിലെ അംഗങ്ങളായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭാഗവതന്മാർ പിറന്ന ആ വെൺമണി തറവാട്ടിലാണ് എൻ്റെ ജനനം. തൃപ്പൂണിത്തുറയിൽ അങ്ങനെ കുടുംബമായിട്ട് താമസിക്കുന്നു. പേര് ശാന്ത രാമൻ ഭട്ടതിരിപ്പാട്. രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് എൻ്റെ നാഥൻ്റെ പേര്. പിന്നെടാ ഭഗവാന്റെ അതിരറ്റ കാരുണ്യം കൊണ്ട്, കാരുണ്യമുള്ളവർക്ക് മാത്രമേ ആ ഭഗവാന്റെ ബാലലീലകൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇനി ആ മധുരമധുരമായ ബാലലീലകൾ കുറച്ചുകൂടി ആസ്വദിക്കാം. കഴിഞ്ഞ തവണ പറഞ്ഞതിൻ്റെ കുറച്ചും കൂടി ഉണ്ടല്ലോ ബാലലീലകളെ. എന്നാലും ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പറഞ്ഞാലും തീരില്ല. അത് പറയാനും ആയിരം നാവുള്ളോരനന്തനും ആവുമോ ഭഗവാനെ വാഴ്ത്താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കാവുന്നത് പോലെ ഞാൻ പറയാൻ ശ്രമിക്കാം. ആ കണ്ണനുണ്ണിയെ ഉറക്കാൻ കിടത്തിയിട്ടല്ലേ നമ്മൾ അന്ന് നിർത്തിയത്. അങ്ങനെ അമ്മ തൊടുവിച്ച പൊട്ടുമാഞ്ഞു ഉമ്മ വെച്ചായിരിക്കാം. ആ രംഗം ആ ഭഗവാൻ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നത്. ഈ കീർത്തനം എഴുതിയത് എൻ്റെ അച്ഛനാണ്. ശ്രീകൃഷ്ണ ഭക്തനായിട്ടുള്ള അച്ഛൻ. അമ്മയും ഭക്ത തന്നെയാണ്, കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും എൻ്റെ അച്ഛനും അമ്മയും നമസ്കരിച്ചുകൊണ്ട് ഇതാ തുടങ്ങട്ടെ. അങ്ങനെ കണ്ണനുണ്ണി ഉറങ്ങി അങ്ങനെ എണീറ്റ് വരെ രാവിലെ ഒരു ദിവസം പ്രഭാതത്തിൽ യശോദ ആ ഗൃഹശുദ്ധിയൊക്കെ ചെയ്തിട്ട് തൈര് കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണന് ഉണരണേന് മുമ്പ് വേണം. ഉണർന്നു കഴിഞ്ഞാൽ വികൃതിയൊക്കെ തുടങ്ങുക, പിന്നെ തൈര് കലക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അന്ന് ദാസുകളൊക്കെ ഒന്നും എന്തോ ജോലിക്ക് പോയിരിക്കുക, യശോദ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം ആ ഭഗവാന്റെ ആ തൈര് കലക്കാനങ്ങനെ തുടങ്ങി യശോദ. അപ്പോൾ ഭഗവാൻ ആ ദിവ്യ കോമളമായിട്ടുള്ള ആ സ്വരൂപത്തെ ഓർത്തോർത്ത് ആനന്ദം കൊണ്ട് ഇങ്ങനെ മുലപ്പാല് ചൊരുക്കണുണ്ടെന്നാണ് പറയണത് യശോദമ്മയ്ക്ക്. അങ്ങനെ ഭഗവാന്റെ ലീലകൾ പാടിക്കൊണ്ടാണ് അമ്പാടി തൈര് കലക്കണത്. അമ്പാടിയിലുള്ള എല്ലാവരും അതാണ് തൈര് കലക്കിടും രണീതത്താലേ ഉയരാർന്നുണർന്നിടും അമ്പാടിയിൽ. അമ്പാടിയിൽ ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഗൃഹങ്ങളിലും ഇങ്ങനെ തൈര് കലക്കണ ശബ്ദം തന്നെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് അവിടെ ഉണർന്നപ്പോൾ വെണ്ണയുടെ നല്ല വാസന. വേഗം എണീറ്റു. ആ വെണ്ണക്കൊതിയൻ എണീറ്റ് നാവിലൊക്കെ വെള്ളം ഊറിയിട്ട് ഉറക്കൊക്കെ പോയി എണീറ്റു. കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അപ്പം എങ്ങനെ ആ രൂപം പീലിങ്ങനെ ചാഞ്ഞിട്ടുണ്ട്. ഗോപിക്കുറി മാഞ്ഞു പോയി അല്ലേ. അമ്മ തൊടിയിച്ച പൊട്ടൊക്കെ മാഞ്ഞു. കിങ്ങിണി ഇങ്ങനെ കിഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ പട്ടുകോണത്തിൻ്റെ വാലിങ്ങനെ പിന്നിൽ മാത്രമേ ഉള്ളൂ, മുമ്പിലൊന്നുമില്ല. ആ മോഹന രൂപം അങ്ങനെ കണ്ടപ്പോൾ, ആ വരവ് ഇങ്ങനെ കണ്ടപ്പോൾ യശോദമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആനന്ദം. എന്തൊരു സുന്ദര കുട്ടനാ എൻ്റെ ഉണ്ണി, എന്താണെന്നറിയാത്തൊരു ആനന്ദം യശോദമ്മയുടെ മനസ്സിൽ. അങ്ങനെ കണ്ണനുണ്ണിക്ക് ഒരു സംശയമില്ല. അമ്മയുടെ മടിയിൽ അങ്ങോട്ട് കയറിയിരുന്ന ഒരു കൈ കൊണ്ട് ആ തിരിഞ്ഞുകൊണ്ടിരുന്ന കടകോല അങ്ങോട്ട് പിടിച്ചിട്ട് മുല കുടിക്കാൻ തുടങ്ങി. അങ്ങനെ സച്ചിദാനന്ദ കട്ട അല്ലേ. ഉണ്ണികൃഷ്ണൻ മടിയിലിരുന്നിട്ട് ഇങ്ങനെ മുല കുടിക്കുമ്പോൾ യശോദ എല്ലാം മറന്നു. അപ്പോഴാണ് അടുപ്പത്ത് വെച്ച പാലിങ്ങനെ തിളച്ചു പൊങ്ങി
അടുപ്പിൽ പോകുന്ന ശബ്ദം കേട്ടു. അപ്പോൾ വേഗം ഉണ്ണിയെ അവിടെ അങ്ങോട്ട് വെച്ചു. നിലത്ത് വെച്ച് അടുക്കളയിലേക്ക് പോയി. കണ്ണന് ദേഷ്യം വന്നില്ലേ? ആ അമ്മയ്ക്ക് ഇപ്പം എന്നേക്കാൾ ഇഷ്ടമാണ് ആ പാലാണല്ലേ? ആ അല്പരസായി. വേഗം അമ്മ പോയപ്പോൾ ആ ഒരു അമ്മിക്കുട്ടി എടുത്തിട്ട് മൽപ്പത്തൂർ പറയണ കടകോലാണെന്ന് അല്ലേ? കടകോലല്ലേ എൻ്റെ അടുത്ത് വെച്ചിരിക്കണത്. അതങ്ങട്ട് പട്ടയെന്ന് അങ്ങോട്ട് ഒട്ടച്ചു തൈരിൻ്റെ കലം. ആ മൺപാത്രം അനേകം കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് ചിന്നിച്ചെതറി. പിന്നെ ഭഗവാൻ അത് എടുത്തിട്ട് നവനീതം വെണ്ണ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അമ്മയ്ക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി 4 ഭാഗത്തേക്കും ആ തൈരിൽ കുഞ്ഞിക്കാല് വെച്ചിട്ട് അങ്ങോട്ട് നടന്നു. അപ്പോൾ എവിടേക്കാ പോയെന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ കളിസ്ഥലത്ത് വന്നിട്ട് ഒരലിൽ അങ്ങോട്ട് കയറിയിരുന്നു. ആ ഒരലിൻ്റെ ഉള്ളിൽ ഈ വെണ്ണ അങ്ങോട്ട് വെച്ചു, കുഴിയിൽ. എന്നിട്ട് അവിടെ എല്ലാവരും ഉണ്ട്. കൊരങ്ങുണ്ണിമാര്, പൂച്ചക്കുട്ടികൾ, കാക്ക, എല്ലാവരും കണ്ണൻ്റെ ഫ്രണ്ട്സല്ലേ. എല്ലാവർക്കും അങ്ങോട്ട് വെണ്ണയും കൊടുത്തുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക. അമ്മ വരണ്ടോന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നീട് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പാല് വാങ്ങി വന്ന യശോദ കണ്ടു തൈർക്കലൊക്കെ ഇങ്ങനെ ഉടഞ്ഞു കിടക്കണു. ഇപ്പം മനസ്സിലായി ഇവർ ഈ ഗോപസ്ത്രീകൾ പറഞ്ഞത് ശരിയാണ്. നല്ല വികൃതി കുട്ടൻ. ഇന്നിപ്പോൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് അമ്മ ദേഷ്യം വന്നു കുറച്ച് യശോദയ്ക്ക്. അപ്പോൾ ഉണ്ണി അവിടെയൊന്നും കാണാനുമില്ല. കണ്ണാന്നൊക്കെ വിളിച്ചു. ഒരു വടിയും കയ്യിലെടുത്തു. അങ്ങനെ പുറപ്പെടുക യശോദ. ഋഷീശ്വരന്മാർ അല്ലേ, ഉപനിഷത്തുക്കളിൽ കൂടി അന്വേഷിച്ചു കൊണ്ടിരിക്കണം ഏതൊരു തത്വത്തെയാണോ ആ വസ്തുവിനെ യശോദയ്ക്ക് ഇങ്ങനെ ഉരലിൻ്റെ മുകളിൽ കാണാൻ സാധിച്ചു എന്നാണ് ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നത്. അന്വേഷിച്ച് നടന്നിട്ട് ഋഷീശ്വരന്മാർക്ക് കാണാൻ പറ്റണില്ല. പക്ഷെ ആ യശോദയ്ക്ക് അതാ കണ്ടു കണ്ണനെ. വടിയായിട്ട് വരുന്ന അമ്മയെ കണ്ടപ്പോൾ പേടി ഭാവിക്കുകയാണ്. കണ്ണൻ്റെ ആ മുഖത്ത് അപ്പോഴത്തെ ഒരു ഭാവം കാണണം. ആ ഭാവത്തിനെ പറ്റിയിട്ട് നമ്മുടെ കുന്തിദേവി പറയുന്നുണ്ട് ആ കുന്തി സ്തുതിയിലല്ലേ. അങ്ങനെ കണ്ണ് തുടച്ചിട്ട് പേടിച്ചിട്ട്, വേണ്ട അമ്മേ, വടി കളഞ്ഞാൽ ഞാൻ വരാം, ഇങ്ങനെയാണ് പറയണത്. പിടിക്കാനുമായിട്ട് വന്നപ്പോഴേ അപ്പോൾ ആ വടിയായിട്ട് വരുന്ന അമ്മയെ കണ്ട ഉടനെ പേടി, ഉരലിൽ നിന്ന് ചാട്ടിങ്ങനെ ഓടാൻ തുടങ്ങി. അമ്മേ, വടി കളഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. യശോദ പിന്നാലെ ഓടുക. അപ്പോൾ ഉപനിഷത്തുകൾക്ക് പിടികിട്ടാത്ത ആ വസ്തുവിനെ സ്നേഹസമ്പന്നയായ ആ അമ്മ പിടിച്ചു നിർത്തി. അപ്പോൾ മായാമനുജപാലകനായ ഉണ്ണികൃഷ്ണൻ്റെ കള്ളക്കണ്ണീര് കാണുമ്പോൾ, വേണ്ട അമ്മേ, വടികളെ പിന്നെ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള നിപ്പ്. കള്ളക്കണ്ണീര് കണ്ടപ്പോൾ അമ്മയുടെ ദേഷ്യമൊക്കെ പോയി കുറച്ച്. വേണ്ട, അടിക്കണ്ടെന്ന് വിചാരിച്ച് വടിയൊക്കെ മാറ്റി. എന്നിട്ടോ ഇനി നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഉരലിൽ തന്നെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടിയിടാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അതാണ് തന്നെ ആശ്രയിച്ചവരുടെ കർമ്മവാസത്തിനെ കൂടി നശിപ്പിക്കുന്ന ആ ഭക്തവത്സലിനെയാണ് യശോദ ആ പ്രേമപാശം കൊണ്ട്, ആ യശോദ പാശം കൊണ്ട്, ആ കയറുകൊണ്ട് ബന്ധിപ്പിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും പാശങ്ങൾ തീർക്കണത് ആരാ? ആ പാശത്തെ കൂടി നശിപ്പിക്കണത്, കർമ്മപാശത്തിനെ നശിപ്പിക്കണത് ആ ഭഗവാൻ അല്ലേ. അങ്ങനെയുള്ള ആ കണ്ണനെ യശോദ പാശം കൊണ്ട് ബന്ധിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ ഒരു കൊച്ചു കയറെടുത്തിട്ട്, ഉണ്ണിയല്ലേ, ഒരു തല ഉരുളിൽ കെട്ടി മറ്റേ തല അണ്ടകോടികൾ നിറച്ച് വെച്ച ഭഗവാന്റെ ഉദരത്തിൽ കെട്ടാൻ നോക്കിയപ്പോൾ നീളം പോരാ, കുറച്ച് ഒരു 2 വിരൽ നീളം കുറവ്. അപ്പോൾ ഒരു കയറും കൂടി എടുത്ത് കൂട്ടിക്കെട്ടി. അപ്പോൾ അതും 2 വിരൽ നീളം പോരാ. മറ്റൊരു കയറും കൂടി എടുത്ത് കൂട്ടിക്കെട്ടി. എന്തൊരത്ഭുതം, അപ്പോഴും 2 വിരൽ നീളം പോരാ. ഇങ്ങനെ അപ്പോൾ ഗോപസ്ത്രീകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ നിന്നൊക്കെ എടുത്ത് കയറൊക്കെ കൊണ്ടു കൊടുത്തു. എന്നിട്ട് അപ്പോൾ അവർക്ക് ചിരി തുടങ്ങി. അവർ കണ്ണനെ അപ്പോൾ യശോദയെ അങ്ങനെ കളിയാക്കിക്കൊണ്ടുള്ള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ യശോദയുടെ അമ്മയുടെ അധീനഭാവം അങ്ങോട്ട് കണ്ടപ്പോൾ കണ്ണന് കൃപ തോന്നി. അതാണ് അപ്പോൾ ഭഗവാൻ കൃപയാസീൽ സുബന്ധനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൃപയാണ് നമുക്ക് വേണ്ടത് അല്ലേ. പ്രണയരസനയാ ധൃതാംഗ്രി പത്മ. യശോദ ആ പ്രണയപരവശ ആ പ്രണയമാകുന്ന ആ പാശം കൊണ്ട്, പ്രേമപാശം കൊണ്ട്
കെട്ടി കണ്ണനെ കെട്ടാൻ. അപ്പോൾ യശോദയ്ക്ക് സാധിച്ചു. കണ്ണൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാം സാധിക്കുള്ളൂ. അതാണ്. ദാമം കൊണ്ടമ്മ പീഡിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണ ഹരി. അതാണ്. ഉരലി കെട്ടിയിട്ടിട്ട് ആ യശോദ അങ്ങോട്ട് പോയി കണ്ണനെ ഇനി അവിടെ കിടക്ക കുറച്ച് നേരം. ആഹാ, ഇങ്ങനെ ആയാൽ പറ്റും, ഇത്ര വികൃതി ചെയ്യാൻ പാടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ണൻ ആ ഉരല് വലിച്ചുകൊണ്ട് അമ്മ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഉരല് വലിച്ചിട്ട് അവരെല്ലാം അങ്ങോട്ട് മറിച്ചിട്ടു. എന്നിട്ട് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് അപ്പോൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി, ആനക്കുട്ടികൾ നടക്കണ മാതിരി. അങ്ങനെ 2 മരങ്ങളുടെ ഇടയിലൂടെ അങ്ങോട്ട് നടന്നപ്പോൾ ആ ഉരല മരങ്ങളുടെ ഇടയിലൂടെക്കി 2 കട പുഴകിട്ട് അങ്ങോട്ട് വീണു. അങ്ങനെ മരങ്ങളുടെ സ്ഥാനത്ത് 2 സിദ്ധന്മാർ പ്രത്യക്ഷപ്പെട്ടു അല്ലേ. നാരദൻ്റെ ശാപമേറ്റ് മരങ്ങളായി മാറിയ ആ വൈശ്രവണപുത്രന്മാരായ നളകൂപര മണിഗ്രീവന്മാരായിരുന്നു അവർ ഭഗവാനെ സ്തുതിച്ച് അവർ യാത്രയായി. ഭഗവാനെ സ്തുതിച്ച് അവരിങ്ങനെ ശാപമോക്ഷം കിട്ടാൻ വേണ്ടി എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു മരമായിട്ട്. അപ്പം നാരദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാൻ വന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം തരും. മരങ്ങൾ വീഴണ ശബ്ദം അങ്ങോട്ട് കേട്ടില്ലേ, ഓടി വന്നു എല്ലാവരും. അയ്യോ, കണ്ണനെന്താ, ആരാ ഇങ്ങനെ കെട്ടിയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വന്നു. അവർ നോക്കി, കെട്ടഴിക്കാൻ പറ്റണില്ല. അപ്പോൾ നന്ദഗോപര് വന്നിട്ടാണ്. നന്ദഗോപര് ഓടി വന്ന്, ആരാ ഉണ്ണി ഇങ്ങനെ കെട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വേഗം നന്ദഗോപർക്ക് അത് അഴിക്കാൻ സാധിച്ചു. യശോദ പ്രേമ പാശം കൊണ്ട് കെട്ടി. നന്ദഗോപർക്ക് മാത്രമേ അത് അഴിക്കാൻ പറ്റുള്ളൂ. ആ പ്രേമപാശ അഴിക്കണമെങ്കിൽ നന്ദഗോപർക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് നന്ദപ്രേമ ഇവമുച്യത എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ കളിച്ചോട്ടെ, നിയന്ത്രണം വേണ്ട. യശോദയുടെ യശോദയ്ക്ക് അങ്ങോട്ട് ആകെ വിഷമായി. ഈ മരം വീണിട്ട് ഉണ്ണിക്കൊന്നും പറ്റില്ലല്ലോ, 2 മരങ്ങളെ. അങ്ങനെ യശോദ കുളിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് അണിയിച്ചൊരുക്കി നിർത്തിയ ഉണ്ണികളെ ഗോപികമാരങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവരുടേതായ കളികളിൽ അവരിങ്ങനെ ഏർപ്പെട്ടു. അപ്പോഴാണ് ഒരു പഴക്കച്ചവടക്കാരി അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അവിടെ കണ്ണൻ മാത്രമേ ഉള്ളൂ. അവർ കളിയൊക്കെ കഴിഞ്ഞിട്ടൊന്നാണ് പോയ സമയമായിരുന്നു. ഒരു പഴക്കച്ചവടക്കാരി പഴം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ പുളിന്ത സ്ത്രീ, അത് കാട്ടാള സ്ത്രീയാണ് പഴക്കച്ചവടക്കാരി. അതിന് കണ്ണനൊന്നാണ്ട് തിരിഞ്ഞു നോക്കിയില്ലേ, അയ്യും ഈ ഭഗവാനെ ആ മുത്തശ്ശി എന്നോട് ഫലം ചോദിക്കുന്ന എന്ന ഭാവത്തിൽ ആ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ ആ മുത്തശ്ശിയുടെ ഫലം ജന്മം സഫലമായി എന്നാണ് പറയണത്. അങ്ങനെയാണ് പൂർണ്ണ പുളിന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണം പഴം എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അവിടെ നിന്നു. ആ കണ്ണൻ്റെ സുന്ദരമായിട്ടുള്ള ആ രൂപം അങ്ങോട്ട് കണ്ടപ്പോൾ ആ സ്ത്രീക്ക് എന്താണെന്നറിയാത്തൊരു വികാരം. അതിനു മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഭാവം. എന്തു ചെയ്തു? ആ പഴക്കച്ചവടക്കാരി ആ കൊട്ടയിലുള്ള എല്ലാ പഴങ്ങളും ആ കുഞ്ഞി കയ്യിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. എല്ലാ പഴവും, ഇനിയൊന്നും വേണ്ട, വിൽക്കണ്ട എന്നുള്ള ഇതിൽ. അങ്ങനെ ഭഗവാന്റെ കുഞ്ഞിക്കൈയിൽ ആ ഫലം കൊടുത്ത് അവൾ പൂർണ്ണയായി. അവ രാമാവതാരത്തിലും അല്ലേ മഹർഷിമാരുടെ അനുഗ്രഹം നേടി ശബരി എന്ന കാട്ടാള സ്ത്രീ ശ്രീരാമന് ഫലം കൊടുത്തില്ലേ, അങ്ങനെ ആ ശബരി പൂർണ്ണയായില്ല. അതേപോലെ ഈ പഴക്കച്ചവടക്കാരി നമ്മൾ ഓരോരുത്തരും ഓരോ ഫലഭാണ്ഡമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരണത് അല്ലേ. എല്ലാം ഭഗവാന് സമർപ്പിച്ചാൽ നമുക്കും പൂർണ്ണത നേടാം. ആ മുത്തശ്ശി അങ്ങനെ കുറേ മുഴുവൻ ഫലങ്ങളും ഉണ്ണിക്ക് വെച്ചു കൊടുത്തു. രാമായണത്തിലെ ശബരിയെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു ഭഗവാന്. അപ്പോൾ അകത്ത് പോയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ, പഴം തന്നാ ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്ത് പോയി അമ്മയെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ അഷ്ടമംഗല്യത്തിൽ കുറച്ച് നെല്ല് അരി അതിങ്ങനെ കുഞ്ഞി കയ്യിലെടുത്തോണ്ട് വന്നു. അതിൽ എത്ര കൊള്ളും ഉണ്ണിയുടെ കുഞ്ഞി കയ്യിൽ? പക്ഷേ അതും കൊണ്ട് വരണ വഴിക്ക് ആ ഉമ്മറപ്പടി തട്ടി ഒരു വീഴ്ചയും വീണു. അപ്പോൾ ഉള്ളതും കൂടി പോയി. അങ്ങനെ
ഫലവിക്രയണീതസ്യാച്യുതധാന്യം കരദ്വയം. കുറച്ച് ഒരു 2 മണിയേറ്റുണ്ടായോ, അത് ആ കൊട്ടയിലെത്താ എടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആ മുത്തശ്ശിയുടെ മുഖത്തൊരു ഭാവം, ആ ഉണ്ണിയുടെ സൗന്ദര്യവും ആ പറയലും, എന്തെങ്കിലും തരണം എന്ന് തോന്നിയില്ലേ ആ ഉണ്ണിക്ക്. ഇത് പഴം തരുമ്പോൾ എന്തെങ്കിലും തിരിച്ചങ്ങോട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ ആ മുത്തശ്ശിയുടെ ഒരു സന്തോഷം. കുഞ്ഞിക്കൈയിൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പഴക്കച്ചവടക്കാരിയുടെ കൊട്ടയും മനസ്സും രത്നങ്ങളെ കൊണ്ടാണ് നിറഞ്ഞു. ഫലൈരപൂരയൽ രത്നൈ ഫലഭാണ്ഡം അപൂരിച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീലരത്നം മനസ്സിലും നവരത്നങ്ങൾ കൊട്ടയിലും. അല്ലേ? അങ്ങനെയാണ് ഉണ്ടായത്. പഴക്കച്ചവടക്കാരി അത് ആ കണ്ണനെ ഇങ്ങനെ കണ്ടിട്ടും മതിയാവാണ്ട് ആ കൊട്ടയിൽ അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല, കനമൊന്നും തോന്നിയില്ല. അതൊക്കെ തലയിൽ വെച്ചിട്ട് ഇത് മതി, ഇന്നൊന്നും വിൽക്കണ്ട, ഈ കണ്ണനെ കണ്ടുല്ലോ, ഈ ഉണ്ണിയെ കണ്ടപ്പോൾ എന്താണെന്നല്ലാത്തൊരു സന്തോഷം, ഒരു സമാധാനവും ഒക്കെ ആ മുത്തശ്ശിക്ക് തോന്നിയിട്ട് അങ്ങനെ നടന്നു പോവുക. ആ ഉണ്ണിയെ പറ്റി തന്നെ, ആ നീലബാലനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കൊട്ടയ്ക്ക് എന്താ ഒരു ഭാരം. അങ്ങനെ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് അതിൽ നിറച്ച് രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ. അങ്ങനെ ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ പേരക്കുട്ടി പറയാണ്, എന്നിട്ട് അപ്പം ആ മുത്തശ്ശി ഒരു ജ്വല്ലറി തുടങ്ങിയോ മുത്തശ്ശിയമ്മേ എന്ന് ചോദിച്ചു എന്നോട്. എന്താ പറയുക ആ കുട്ടീനോട്, അല്ലേ? ജ്വല്ലറി തുടങ്ങിയാൽ പണക്കാരി ആവുള്ളൂ എന്നറിയാലോ. അപ്പം അത് നല്ല പണക്കാരിയായി എന്ന് പറഞ്ഞേ. പക്ഷേ ആ നീലക്കല്ല് എന്നുള്ള ഒരു രത്നമാണ് അവളെ കൂടുതൽ സമ്പന്നയാക്കിയത്, അല്ലേ? അങ്ങനെ അന്ന് മുതൽ ആ മുത്തശ്ശി നീലക്കല്ല് വേണോ, കല്ലു വേണോ, നീല നീറം കോലും നല്ല കല്ലു വേണോ, മലവൈരി പേരോലുന്ന കല്ലു വേണമോ, എങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാറായി, അല്ലേ? അതിന് അത്രയും സമ്പന്നയായി അവർ. അങ്ങനെ ഭാഗവതത്തിൽ ഓരോ ബാലലീലയും നമ്മുടെ മനസ്സാകുന്ന കുട്ടയിൽ ഇങ്ങനെ ഇന്ദ്രനീലക്കല്ല് നിറച്ച് തരികയാണ്. പിന്നെ ഒരു ദിവസം എന്താ, ഉണ്ണാൻ വരൂ, കളി നിർത്തി വരൂ, സമയം എത്രയായെന്ന് പറഞ്ഞിട്ട് യശോദ വിളിച്ചപ്പോൾ, ഇന്നല്ലേ പിറന്നാള്, എന്ത് ചെയ്താൽ വരണില്ല, അപ്പം ഇന്ന് പിറന്നാളല്ലേ ഉണ്ണി, ഓടി വരൂ എന്ന് പറഞ്ഞു. അപ്പം വേഗം അതെയോ ഇന്ന് പിറന്നാളാണോ, അപ്പം സദ്യ ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഓടി വന്നു. അന്ന് പിറന്നാളൊന്നും ആയിരുന്നില്ല, വെറുതെ പറഞ്ഞതാ യശോദ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോഴേക്കും കൂട്ടുകാരെയൊക്കെ വിളിച്ചു, ഇന്ന് എൻ്റെ പിറന്നാളാ, എല്ലാവരും വരൂ കേട്ടോ. അപ്പം പിന്നെ സദ്യ ഉണ്ടാക്കണ്ടേ. അങ്ങനെ എല്ലാവർക്കും പ്രത്യേകം സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും ക്ഷണിച്ച്, ജനിക്കാത്ത ആളുടെ ഇല്ലാത്ത പിറന്നാൾ. അങ്ങനെ ഊണും കഴിഞ്ഞ് അപ്പോഴാണ് ഉപനന്ദൻ പറഞ്ഞത്, ഇനി ഇവിടെ പല പ്രശ്നങ്ങളാണല്ലോ ഈ ഉണ്ണികൾക്ക് വരുന്നത്, അതുകൊണ്ട് നമുക്ക് വൃന്ദാവനത്തിലാക്കി പോവാം. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് അവിടെ പോയിട്ട് മാവാ ഇനി താമസം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുകയാണ്. ആ വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ വണ്ടിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ് വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ കണ്ണൻ്റെ കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ടാണ് എല്ലാവരും പോണത്. അപ്പം അവരുടെ വഴി പോണതൊന്നും ആരും അറിയണില്ല. വൃന്ദാവനത്തിലെ ആ ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ അങ്ങോട്ട് കണ്ടപ്പോൾ നിറച്ച് പൂത്ത് നിൽക്കണം പിന്നെ ഇതാ കാളിന്തി നദി ഒരു പുഴ അങ്ങനെ ഒഴുകണം. ഇതൊക്കെ അങ്ങോട്ട് കണ്ടപ്പോഴുണ്ടല്ലോ കണ്ണന് വളരെ സന്തോഷമായി. ആഹാ എന്തൊരു സുഖം! വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിലാനിച്ച വീക്ഷ്യാസീലുത്തമാ പ്രീതി രാമമാധവയോർ നൃപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സന്തോഷം. അവിടെ ചെന്നപ്പോൾ പിന്നെ കുറച്ചും കൂടി അങ്ങനെ താമസം തുടങ്ങി അവർ. അപ്പോൾ കുട്ടികൾക്ക് പൈക്കുട്ടിയെ മേയ്ക്കാറായി. അതാണ് വനഭോജനം എന്നുള്ളതാണ് പിന്നത്തെ ലീല ഭഗവാന്റെ.
അപ്പോൾ ഈ കുറച്ച് 6 വയസ്സ് കഴിഞ്ഞാൽ പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകാൻ പറ്റും കുട്ടികൾക്ക്. അപ്പോൾ ഇനി ഞാൻ പൈക്കുട്ടികളെ മേയ്ക്കാം കേട്ടോ, ഞാനാവാം, ഞങ്ങൾ പൈക്കുട്ടികളെയും കൊണ്ട് പൊക്കോളാട്ടോ എന്ന് പറഞ്ഞിട്ട് രാമനും കൃഷ്ണനും കൂട്ടുകാരെല്ലാവരും കൂടി പൈക്കുട്ടികളെ മേയ്ക്കാൻ പോയി. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ദിവസം പറയുകയാണ്, അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരും, പൈക്കളെയൊക്കെ മേച്ചിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വരും, അങ്ങനെയാണ് പതിവ്. ഒരു ദിവസം ഇത് എപ്പോഴും ഈ വെയിലത്ത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷമായി. എന്താ ചെയ്തത്? അവർ പറയാണ്, അമ്മേ ഇനി ഞങ്ങൾക്ക് കാട്ടിലേക്ക് തന്നാൽ മതി കേട്ടോ ഭക്ഷണമൊക്കെ. ഈ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ പിന്നെ ആദ്യം ഇങ്ങോട്ട് വരണ്ടേ, അപ്പോൾ എന്തായാലും കാട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചോളാം. അയ്യോ കാട്ടിൽ അവിടെ വെയിലത്തിരുന്നിട്ടല്ലേ? അതൊന്നുമല്ല അമ്മേ, നല്ല മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണ സാധനങ്ങളെല്ലാം അങ്ങനെ പാത്രങ്ങളിലാക്കി ഉറിയിൽ തൂക്കി പിടിച്ച് പശുക്കുട്ടികളെയും തെളിച്ചുകൊണ്ട് ഇങ്ങനെ ഉത്സാഹഭരിതരായിട്ട് കുട്ടികളോടൊപ്പം ഇങ്ങനെ കാട്ടിൽ പോയിട്ടാണ് അവരുടെ ഊണ്. പിന്നെ ഉറികളെല്ലാം എന്ത് ചെയ്യും, ആ മരക്കൊമ്പിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടും. പശുക്കുട്ടികളൊക്കെ അങ്ങനെ പുല്ലുള്ള സ്ഥലത്ത് മേയാൻ വിട്ട് ഭഗവാൻ കുട്ടികളോടുകൂടി ഇങ്ങനെ യഥേഷ്ടം കളിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ കളികളാ! കുരങ്ങന്മാരെ പോലെ മരത്തിൽ കയറും, തവളകളെ പോലെ വെള്ളത്തിൽ ചാടി ഊളിയിടും, മയിലിനെ പോലെ നൃത്തം വയ്ക്കും, സ്വർണ്ണാഭരണങ്ങളെ കഴിച്ചു വെച്ചു വനപുഷ്പങ്ങളും തളിരുകളും കൊണ്ട് മനോഹരമായ വേഷം കെട്ടിക്കളിക്കും. അമ്മ അണിയിച്ചു കൊടുക്കണ ആഭരണങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വനപുഷ്പങ്ങളാണ്, വനമാലയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ദിവ്യ സംവത്സരങ്ങളായിട്ട് തപസ് ചെയ്യുന്ന യോഗീശ്വരന്മാർക്ക് പോലും യാതൊരാളുടെ പാദരേണു പോലും സുദുർലഭമാണോ ആ സച്ചിദാനന്ദ ബ്രഹ്മമായ ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടി നിരന്തരം അങ്ങനെ കളിക്കാൻ സാധിക്കണ ആ ഗോപകുമാരന്മാരുടെ പുണ്യം ആർക്കാ വർണ്ണിക്കാൻ പറ്റും അല്ലേ? എന്തൊരു ഭാഗ്യ ആ കുട്ടികൾക്ക്. ഇങ്ങനെ നിർഭയം കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുമ്പിൽ അതാണ് ആകാസുരം വന്നു. കംസൻ ഓരോരുത്തരെയായിട്ട് പറഞ്ഞേക്കാണ്. ആ ദുഷ്ടനായിട്ട് ആ കംസഭൃത്യൻ ഭഗവാനെയും കുട്ടികളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പെരുമ്പാമ്പിൻ്റെ രൂപത്തിലാണ് വായും വിളിച്ച് കിടക്കണം. അപ്പോൾ ഭഗവാൻ കുറച്ച് പിന്നിലായിരുന്നു. പാമ്പിൻ്റെ വായ കണ്ടപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ തോന്നി ഇതാ ഒരു ഗുഹ. അപ്പോൾ അതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലല്ലോ അവർ ഗുഹ. അപ്പം ചിലർ പറയണ്ടേ ഇത് എന്തൊരു നാറ്റം ഉണ്ട് കേട്ടോ, ഇതിന് പാമ്പാണെന്ന് തോന്നുമ്പോൾ കണ്ട. ഇത് ഗുഹയാണ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാം, കണ്ണനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഗുഹയിലും അങ്ങോട്ട് ഒളിച്ച് കളിക്കാനുള്ള മോഹമായിട്ടേ. അപ്പോഴാണ് കാര്യമൊക്കെ മനസ്സിലായി. ഭഗവാനെ കണ്ട് ഇവർ കയറണത്, പശുക്കുട്ടികളെയും കൊണ്ടിട്ടാണ് എല്ലാവരും കൂടിയിട്ടാണ് കയറണതേ. അപ്പോൾ ഭഗവാൻ തൻ്റെ കൂട്ടുകാരെയൊക്കെ രക്ഷിക്കാനും ആ പരമദുഷ്ടനെ നിഗ്രഹിക്കാനായിട്ട് അഘാസുരൻ്റെ വായിൽ കടന്നു. ആ ഭക്തന്മാർ കിടക്കുന്ന ആപത്തിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും അല്ലേ? അങ്ങനെ മുമ്പൊരിക്കലും ബകാസുരൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കടന്ന് ഭഗവാൻ അഘാസുരൻ്റെ ഉള്ളിൽ ബകാസുരനെ അങ്ങനെ കൊന്നില്ലേ, അങ്ങനെ അഘാസുരൻ്റെ ഉള്ളിലും കടന്ന് ആ ഉള്ളിൽ കടന്നുകൊണ്ട് ഭഗവാൻ ഉള്ളിൽ കടന്നപ്പോൾ അഘാസുരൻ വായൂട്ടി. അങ്ങനെ ആ കണ്ഠപ്രദേശം വരെ കടന്നു നിന്ന ആ ലീലാമാനുഷ വിഗ്രഹൻ തൻ്റെ സ്വരൂപം അങ്ങോട്ട് വലുതാക്കി അപ്പോഴേക്കും എന്താ ഇറക്കാനും തുപ്പാനും വയ്യാതെ വാലിട്ടടിച്ച് കണ്ണൊക്കെ തുറിച്ച് കണ്ഠം പൊട്ടി ആ അസുരൻ്റെ പ്രാണൻ പോയി. അങ്ങനെ കരുണാവാരിധിയായ ഭഗവാൻ കുട്ടികളെ കടാക്ഷം കൊണ്ടൊക്കെ ജീവിപ്പിച്ച് അവരൊക്കെ ശ്വാസം മുട്ടി ഇങ്ങനെ ബോധമില്ലാത്ത അങ്ങനെ കിടക്കുമായിരുന്നു. അവരെയൊക്കെ എണീപ്പിച്ചിട്ട് അവരോട് കൂടിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോഴെന്താ ഉണ്ടായെന്ന് പറയാം, അഘാസുരൻ്റെ ആ ജീവചൈതന്യം എല്ലാവരും കാണുക ഭഗവത് സ്വരൂപത്തിൽ അങ്ങോട്ട് ചേർന്നു. ഇത് കണ്ടപ്പോൾ ദേവന്മാരെല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്തു. പ്രത്യക്ഷമായിട്ട് മോക്ഷം കൊടുക്കുക, അത് ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ മാത്രം ഉള്ളതാണ് അല്ലേ? പെരുമ്പാമ്പിനെ കൊന്ന ഈ അത്ഭുത ചരിത്രം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗോപന്മാർ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞത്. അത് കേട്ടാ അതെന്താ അത് ഇങ്ങനെ ഒരു അത്ഭുതം എന്ന് പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിച്ചപ്പോഴാണ് അഘാസുരമോക്ഷം 1 കൊല്ലം കഴിഞ്ഞ ശേഷം അത് അന്ന് കഴിഞ്ഞതുപോലെ പറയാൻ എന്താ കാരണം ചോദിച്ചപ്പോൾ അതാണ് ആ ചോദ്യം കേട്ട് ഭഗവത് അമൃതത്തിൽ നിമഗ്നനായ ശ്രീശുകൻ അത്ഭുതകരമായ ആ കഥ പറയാണ്. പിന്നെ ഭഗവാൻ
അഘാസുരന് മോക്ഷം കൊടുത്ത ശേഷം ഭഗവാൻ ഇങ്ങനെ കുട്ടികളോടുകൂടി ആ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ പുറപ്പെട്ടു. ആ പുഴവക്കത്ത് പച്ച പുല്ല് പടർന്നു പിടിച്ച് പുൽത്തകിടി, അങ്ങനെയാണ്. കുട്ടികളെല്ലാം അങ്ങനെ വട്ടത്തിലിരുന്നു. കണ്ണൻ എൻ്റെ അടുത്ത്, കണ്ണൻ എൻ്റെ അടുത്തെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? ഞാൻ നടുക്കിരിക്കും, അപ്പോൾ എല്ലാവരുടെ അടുത്തല്ലേ. അങ്ങനെ കണ്ണൻ ആ നടുക്കിലിരുന്നു. അപ്പോൾ താമരപ്പൂവിൻ്റെ ദളങ്ങളുടെ നടുക്ക് കർണിക എന്ന പോലെയാണ് ഭഗവാൻ അവരുടെ നടുക്ക് ഇങ്ങനെ ശോഭിക്കുക. എന്തൊരു ഭംഗിയായിരിക്കും കാണാൻ അല്ലേ. അങ്ങനെ ഓടക്കുഴൽ ഇങ്ങനെ അരക്കെട്ട് തിരികിയിട്ടുണ്ട്. കൊമ്പും വടിയൊക്കെ ഇടത്തെ കക്ഷത്തിൽ വെച്ച് അമൃത സദൃശമായ ചോറുരുള ഇടത്തെ കയ്യിൽ വെച്ചിട്ട്, ഇടത്തെ കയ്യിലാ ഉരുള. അങ്ങനെ വിരലുകളുടെ ഇടയിലൊക്കെയാണ് ഉപ്പേരി. ഓരോ വിരലിൻ്റെ ഇടയിലേക്ക് ഉപ്പേരി ഇങ്ങനെ തുടങ്ങിയ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഒതുക്കി വെച്ചു കൊണ്ടുള്ള ഭഗവാന്റെ ആ ഇരിപ്പ് വളരെ മനോഹരം എന്നൊന്നും പറയാൻ വയ്യ. എന്നിട്ട് അവർ അങ്ങനെ ഇതെൻ്റെ അമ്മ ഉണ്ടാക്കി, എന്തൊരു സ്വാദ്, ഇതിനെന്തൊരു സ്വാദ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാസയൻ നർമ്മഭിസ്വ എന്ന് പറഞ്ഞിരിക്കണം. എല്ലാവരും ചിരിച്ചും അങ്ങനെ ഇത്രയും ആഹ്ലാദിച്ചുകൊണ്ടാണ് അവരുടെ ആ ഭോജനം. അന്യോന്യം അതിൻ്റെ രുചി ഇങ്ങനെ ആസ്വദിച്ചും ഭയങ്കര പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ആഹ്ലാദഭരിതരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധമായ യാഗശാലയിൽ പോലും സാന്നിധ്യം ചെയ്യാൻ മടിക്കുന്ന ആ പൂർണ്ണ ബ്രഹ്മം ആ ഇടയബാലന്മാരുടെ നടുക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ദേവന്മാരൊക്കെ ഇങ്ങനെ വിസ്മയിച്ചു പോയി എന്നാണ് പറയണത്. അപ്പോഴാണ് ബ്രഹ്മാവിന് ഇത് കണ്ടിട്ട് ഭഗവാന്റെ ഇങ്ങനെ ഇവരുടെയൊക്കെ ഇങ്ങനെ ഇച്ചിനൊക്കെ കഴിക്കുമോ പൂർണ്ണ ബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ എന്ന്. അത് ഭഗവാന്റെ പൂർണ്ണതയൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എത്രയോ അനുഭവങ്ങളുണ്ടായിട്ടും അല്ലേ ബ്രഹ്മാവ്. പിന്നെ അങ്ങനെ ദൂരത്ത് നിന്ന് പുല്ല് തിന്നുകൊണ്ടിരുന്ന പശുക്കളെയൊക്കെ ബ്രഹ്മാവ് തൻ്റെ മായ കൊണ്ടാണ്ട് മറച്ചു. ഭഗവാനത് മനസ്സിലായില്ലേ. സർവാന്തര്യാമിയായ ഭഗവാൻ ഇത് അറിയാണ്ടിരിക്കുമോ? ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, അതേ നമ്മുടെ പശുക്കുട്ടികളെ ഒന്നും കാണാനില്ലല്ലോ, നിങ്ങളിവിടെ ഇരിക്കൂ കേട്ടോ, ഞാൻ പോയിട്ട് അന്വേഷിച്ചു വരാം. അപ്പോൾ ഒരു കയ്യിൽ ചോറൂരിലെ അത് മുഴുവൻ കഴിച്ചിട്ടില്ല, അങ്ങനെ പോണതേ, നിങ്ങളിവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ് ആ പശുക്കുട്ടികളെ അന്വേഷിച്ച് ഭഗവാൻ പുറപ്പെട്ടു. ഈ സമയത്ത് ബ്രഹ്മാവ് ഗോപന്മാരെയും മറിച്ചിട്ട് ബ്രഹ്മലോകത്തിലേക്ക് പോയി. അപ്പോൾ ആ ഗോപന്മാരെയും മറിച്ചു. എല്ലാം അറിയണ ഭഗവാൻ തൻ്റെ കൂടെ എത്ര പശുക്കുട്ടികളും ഗോപന്മാരും ഉണ്ടായിരുന്നുവോ അത്രയും സ്വരൂപം അങ്ങോട്ട് എടുത്തു. ഉറി, പാത്രം, വടി, കൊമ്പ്, കുഴല്, ഇതൊക്കെ ഭഗവാൻ ഇതിൻ്റെയൊക്കെ സ്വരൂപം എടുത്ത് എല്ലാം കൃഷ്ണമയമായിട്ട് അങ്ങോട്ട് ശോഭിച്ചു. ഇങ്ങനെ ഒരു കൊല്ലം ഭഗവാൻ തന്നെയാകുന്ന ഗോപന്മാരോടുകൂടി കളിച്ചു. എല്ലാം ഭഗവാൻ അല്ലേ. ഒരു കൊല്ലം തികയുന്നതിൻ്റെ അടുത്ത ദിവസമാണ് ബലരാമന് ഇതൊക്കെ മനസ്സിലായത്. അതെന്താണെന്ന് വെച്ചാൽ ഈ അമ്മമാർ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടികളെ കാണുമ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ അവിടെ വെച്ചിട്ട് ഈ ഭഗവാനായിട്ടുള്ള ആ കുട്ടികളെയൊക്കെ എങ്ങനെ എടുക്കുക അത്ര അമ്മമാർ. പശുക്കളൊക്കെ അങ്ങനെയാണ്. പശുക്കുട്ടികളെ ചെറിയ പശുക്കുട്ടികളല്ലാതെ വലിയ പശുക്കുട്ടികൾക്ക് പശുക്കൾ ഇങ്ങനെ പാല് കൊടുക്കുക, അങ്ങനെയൊക്കെ എന്തൊരു അത്ഭുതം അല്ലേ. ബ്രഹ്മാവ് ഈ പശുക്കളെയെല്ലാം മറിച്ചിട്ട് ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ എന്തൊരു അത്ഭുതം, തന്നെ പോലെ ഒരു ബ്രഹ്മാവ് തൻ്റെ സ്ഥാനത്തിരിക്കണം. ബ്രഹ്മദേവ ഇത് കണ്ട് സ്തംഭിച്ച് നിൽക്കുമ്പോൾ ആ കാവക്കാർ പറയാണ്, അതേ ഇതെന്താ അത് വേഷം കെട്ടി വരുന്നുണ്ടോ, ബ്രഹ്മാവിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് വരാം, പൊക്കോളൂ എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ്റെ കപടം വേഷം കെട്ടി വന്ന നിങ്ങളെ ആരാ, ഉടനെ ഇവിടം വിട്ട് പോയിക്കോളൂ, ഇത് സൃഷ്ടികർത്താവിൻ്റെ ശാസനയാണ് എന്നൊക്കെ കാവക്കാർ. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവിന് അങ്ങോട്ട് ലജ്ജയായി. പറയാൻ പറ്റുമോ? ഒന്നും പറയാനില്ല. തല കുനിച്ചു മടങ്ങി. അങ്ങനെ വൃന്ദാവനത്തിലെത്തി. ബ്രഹ്മാവിന് ഈ സത്യലോകത്തിൽ പോയി മടങ്ങിയെത്താനുള്ള സമയമാണ് ഒരു കൊല്ലം. അപ്പോൾ ഒരു സമയം അങ്ങോട്ട് പോയപ്പോഴേക്കും ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞു. വൃന്ദാവനത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് കണ്ട കാഴ്ച എന്തൊരു അത്ഭുത. താൻ മറച്ചതായ ആ പശുക്കളും ഗോപന്മാരും ഭഗവാന്റെ ഒന്നിച്ചങ്ങനെ നിൽക്കണം. അവർ തന്നെ പിന്നെ നോക്കിയപ്പോൾ എന്താ, താൻ മറിച്ച സ്ഥലത്തും അവരുണ്ട്. ഇത് എന്തൊരു അത്ഭുതം. ഇതിലേതാണ് സത്യം, ഒന്നും ബ്രഹ്മാവിന് മനസ്സിലായില്ല. സത്യാക്കേ കതരേ എന്ന് പറയുന്ന ബ്രഹ്മാവ്.
താൻ ഭഗവാന്റെ മായയിൽ കുടുങ്ങിയോ, അതോ തൻ്റെ മായയിൽ ഭഗവാൻ പെട്ടതോ? അങ്ങനെ ബ്രഹ്മാവിന് ഒന്നും അങ്ങോട്ട് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആകെ ബ്രഹ്മദേവൻ അമ്പരത്തിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഭഗവാൻ അനേകം വൈകുണ്ഠമൂർത്തികളെ മുന്നിലിങ്ങനെ ശോഭിച്ചിങ്ങനെ കണ്ടു. ഭഗവാന്റെ ഒന്നിച്ചുണ്ടായിരുന്നവരെല്ലാം തന്നെ മഹാവിഷ്ണുമാരായിട്ട് ആ ബ്രഹ്മാവ് കണ്ടു. ഇങ്ങനെ അനേകായിരം വൈകുണ്ഠങ്ങളെ കണ്ടു. വൈകുണ്ഠമൂർത്തികളെയും അനേകായിരം വൈകുണ്ഠമൂർത്തികളെയും പരിവാര സമേതം കണ്ട ആ ബ്രഹ്മദേവൻ മോഹാലസ്യപ്പെട്ട് ഹംസവാഹനത്തിൽ തന്നെ അങ്ങോട്ട് വീണു അവിടെ. അല്പസമയം കുറച്ചു നേരം അങ്ങനെയൊക്കെ കിടന്നു. ഭഗവാൻ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ബോധം വന്ന് തലപൊക്കി നോക്കിയപ്പോൾ മുമ്പ് കണ്ടതൊക്കെ മറന്നു. പിന്നെന്താ കണ്ടത്? 5 വയസ്സായ ആ ഉണ്ണിക്കണ്ണൻ പീലിയും ഗോപിയും കിങ്ങിണിയൊക്കെ ചാർത്തി പീതാംബരം അങ്ങനെ അരയിൽ കെട്ടി തൃക്കൈയിൽ പകുതി ഊണ് കഴിച്ച ഉരുളയും ധരിച്ച് കൂട്ടുകാരെ അന്വേഷിച്ചിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു ഉണ്ണിയാണ് പിന്നെ ബ്രഹ്മദേവൻ കണ്ടത്. ബ്രഹ്മാവിനങ്ങട്ട് ലജ്ജയും സങ്കടവും അപരാധബോധവും ഒക്കെ സഹിക്കാതെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അങ്ങോട്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. 4 ശിരസ്സും ആ പാദത്തിൽ സ്പർശിക്കത്ത വിധം കിടന്നങ്ങോട്ട് ഉരുണ്ട് എഴുന്നേറ്റ് പിന്നെ നമ്മുടെ ശിരസ്സുമായിട്ട് ഗൽഗതത്തോടുകൂടി ഒരു സ്തുതിയാണ്, ഗംഭീര സ്തുതിയാണ്. ഇതെല്ലാം വിസ്തരിക്കാൻ ഇവിടെ സമയമില്ല, ഇപ്പം തന്നെ കുറേ സമയമായി. ഒരു ഇത് പറയാം. നീലമേഘ ശ്യാമളനും മിന്നിത്തിളങ്ങുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തിയവനും കുന്നിക്കൊരു കൊടുക്കടുക്കന അണിഞ്ഞവനും പീലിയും ഗോപിയും മാലയും അണിഞ്ഞവനും ഓടക്കുഴലും ചോറുരുളയും തൃക്കൈയിൽ ധരിച്ചവനുമായ നന്ദബാലനെ അടിയനിതാ നമസ്കരിക്കുന്നു. അടിയൻ്റെ അപരാധങ്ങളെ പൊറുക്കണേ. ഗർഭത്തിൽ കിടക്കണ ശിശു പാദം കൊണ്ട് അമ്മയെ ചവിട്ടിയാലും മാതാവ് കോപിക്കോ? ഇങ്ങനെയൊക്കെ പല കുറേ അനേകം സ്തുതികൾ സ്തുതിച്ചിട്ട് അവസാനം ബ്രഹ്മാവിനെ ഭഗവാൻ സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമസ്കരിച്ച ബ്രഹ്മാവിനെ ഭഗവാൻ കടാക്ഷിച്ച് പോയിക്കൊള്ളാൻ ആജ്ഞ നൽകി. ഒന്നും പറഞ്ഞൊന്നുമില്ല. ആ ബ്രഹ്മദേവൻ ഭഗവാനെ വന്ദിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോയ ശേഷം ഭഗവാൻ അങ്ങനെ ഗോപകുമാരന്മാരുടെ അടുത്ത് നിന്ന് ഒരു കൊല്ലക്കാലം പോയത് ഭഗവാന്മായാൽ അവർ അറിഞ്ഞിട്ടേ ഇല്ല. 1 മിനിറ്റ് കൊണ്ട് ഭഗവാൻ മടങ്ങി വന്നു എന്നാൽ അവർക്ക് തോന്നിയത് അങ്ങനെയാണ്. പിന്നീട് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ മുഴുവനാക്കി അഘാസുരൻ്റെ ഉണങ്ങിയ ദേഹം കണ്ടപ്പോഴാണ് ഇത് അത്ഭുതത്തോടെ ഇതെങ്ങനെയാണ് അത് ഇന്നലെ ഇതായിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കണതെന്ന് അവർ വിചാരിക്കുക. അങ്ങനെ വേണുഗാനം ചെയ്തോണ്ടാ തിരിച്ചു പോവുക കണ്ണൻ. വേണുഗാനം ചെയ്തുകൊണ്ട് വരുന്ന ആ ഭഗവാന്റെ ജഗന്മോഹനമായ സ്വരൂപം കണ്ട് ഗോപസ്ത്രീകൾ ഇങ്ങനെ അത്യാനന്ദം അനുഭവിച്ചു. അവര് കണ്ണുകൊണ്ട് ഭഗവാന്റെ ആ സൗന്ദര്യ അമൃതിനെയും ചെവി കൊണ്ട് വേണുഗാന അമൃതിനെയും ഇങ്ങനെ പാനം ചെയ്ത് സംതൃപ്തകളായി. ചെവി കൊണ്ട് ഭഗവാൻ നന്ദമന്ദിരത്തിലും കുട്ടികൾ അവരുടെ ഗൃഹത്തിലും പോയി. അങ്ങനെ പെരുമ്പാമ്പിൻ്റെ കഥ ഓരോരുത്തരും അവരവരുടെ അമ്മമാരോട് ഇങ്ങനെ അത്ഭുതത്തോടെ പറയാം. അങ്ങനെ ഗോപബാലരും പശുക്കുട്ടികളും മായയിൽ മോഹിച്ചു കിടന്നിരുന്ന ഒരു കൊല്ലക്കാലം ശ്രീകൃഷ്ണ ഭഗവാനാണ് പുത്രരൂപത്തിൽ ഗോപികളുടെ അടുത്ത് പ്രകാശിച്ചിരുന്നത്. എന്തൊരു ഭാഗ്യമല്ല അവരുടെ. ഈ കാലത്ത് ആ ശ്രീകൃഷ്ണനുള്ള അതിവാത്സല്യം അതാണ്. അവർക്കൊക്കെ ഇങ്ങനെ പുത്രന്മാരെ ഇങ്ങനെ കാണുമ്പോൾ എന്താന്നില്ലാണ്ട് ഒരു സ്നേഹം കൂടുതൽ. അപ്പോൾ ഇതിന് കാരണം എന്താ? എല്ലാവർക്കും ആത്മസ്വരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെയാണ് സ്നേഹം. ആത്മാവായ ഭഗവാനോട് കൂടിയുള്ള ബന്ധം കൊണ്ട് ദേഹത്തെ സ്നേഹിക്കണു എന്നാണ്. അതാണ് സത്യം. അപ്പോൾ ആ ഭഗവാന്റെ അംശം ദേഹത്തിലും പുത്രനിലും ഭാര്യയിലും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ സ്നേഹിക്കണു. അതാണ് പൂർണ്ണനായ ഭഗവാൻ നേരിട്ട് പ്രകാശിച്ച പിന്നെ അവിടെ സ്നേഹത്തിൻ്റെ അതിരേകം മാത്രമല്ലേ വരുള്ളൂ. അതിൽ അത്ഭുതമില്ലല്ലോ. അങ്ങനെയാണ് ഇങ്ങനെയും കൂടി ആ ശ്രീശുഖ ബ്രഹ്മർഷി അത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കും സമയം അടുത്ത ലീലകൾ നമുക്ക് പിന്നീട് കേൾക്കാം. ഇപ്പോൾ ആ ഭഗവാനെ അങ്ങനെ വന്ദിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും, ഇതിൻ്റെ ഭാരവാഹികൾക്കും, ജ്യോതിഷ വാർത്തകൾ എല്ലാവരെയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ.
ഈ വാക്കുകളെല്ലാം ആ ഉണ്ണികൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.